ഇപ്പോൾ TMJ ഇഷ്യൂസ് ഉള്ള ഒരുപാട് പേരുണ്ട്. 67 കിലോ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് ഈ TMJ ഇഷ്യൂ കാരണം 48 കിലോ ആയി. അവളുടെ ഡിപ്രഷൻ അടക്കമായി. കാരണം ഇതൊരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ ജോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ താഴത്തെ താടിയെല്ലിനെ മുഖവുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന ഒരു ജോയിന്റ് ആണ്. നമ്മുടെ ഫേസിൽ നമുക്ക് ആകെ മൂവ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ താഴത്തെ താടിയില്ല. എന്തെങ്കിലും നമ്മുടെ പല്ലിൽ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നമ്മുടെ ബൈറ്റ് പ്രോപ്പർ അല്ലെങ്കിലോ ഒക്കെ ഈ പ്രഷർ പോകുന്നത് ഈ ജോയിന്റിലേക്കാണ്. എന്തിന് സ്ട്രെസ് കാരണം വരെ നമുക്ക് ജോയിന്റിൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ ബെഞ്ചിൽ ഒരാളിരിക്കുന്നു. അപ്പോൾ പുള്ളിയുടെ വായി കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ തുറന്നുപോയി. നമ്മുടെ ആ ഒരു ജോയിന്റ് ആ സോക്കറ്റിൽ നിന്ന് മാറിപ്പോവാറ്. അതേപോലെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുപാട് വായ തുറക്കുന്ന സമയത്തോ അത് ലോക്കായി പോകും. പിന്നെ നമുക്ക് തനിയെ അത് അടയ്ക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വരും. നമ്മൾ അലൈനർ ഇടാൻ പോയി കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് 15,000 20,000 ആയിരിക്കും. പക്ഷെ ചില ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അത് 1 lakh 2 lakh ഒക്കെ ആവും. 20,000 രൂപയുടെ അലൈനേഴ്സ് ചെയ്യണോ 2 ലക്ഷം രൂപയുടെ അലൈനേഴ്സ് ചെയ്യണോ എന്ന് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റൈറ്റ് എന്നുള്ളത് ഒരു അലൈനർ സർട്ടിഫൈഡ് ഓർത്തോഡോണ്ടിസ്റ്റിന് പറയാൻ പറ്റും. കല്യാണം ഉറപ്പിച്ചേക്കാണ്. വിത്തിൻ 3 months പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഉറപ്പിക്കേണ്ടി വന്നു. പൊന്തിയ പല്ലുകൾ കമ്പിയിട്ടിട്ട് അല്ലെങ്കിൽ അലൈനേഴ്സ് വെച്ചിട്ട് 3 മാസത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. കുന്തിയ പല്ലുകൾ എന്ന് പറയുമ്പോൾ പലർക്കും അത് പല രീതിയിലായിരിക്കും വരുന്നത്. പലരുടെയും ഒരു എത്രയും കറക്ഷൻ കിട്ടും എന്നുള്ളത് വേരി ചെയ്യും. പല്ലെടുക്കാതെ നമുക്ക് കമ്പിയിടാം എന്നുള്ള ഒരു രീതിയിലാണ് ആളുകൾ അലൈനേഴ്സ് ചൂസ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളാണ്. വളരെ ചെറിയ എമൗണ്ട് ഓഫ് സ്പേസേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കാം. ഒരു പെൺകുട്ടി കല്യാണം ഉറപ്പിച്ചേക്കാണ്. പെൺകുട്ടിയോ ചെറുക്കനോ അവരുടെ കല്യാണം ഉറപ്പിച്ചു. വിത്തിൻ 3 months പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഉറപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇവരുടെ പല്ല് ഭയങ്കര ഉന്തിയിട്ടാണ്, കുറച്ച് നല്ല രീതിയിൽ ഉന്തിയിട്ടാണ്. അപ്പം ഈ ഉന്തിയ പല്ലുകൾ കല്യാണ ഫോട്ടോയിൽ ഓഫ് കോഴ്സ് നമുക്ക് നല്ല രീതിയിലുള്ള ചെയ്വ് വേണം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഈ ഉന്തിയ പല്ലുകൾ കമ്പിയിട്ടിട്ട് അല്ലെങ്കിൽ അലൈനേഴ്സ് വെച്ചിട്ട് 3 മാസത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഉന്തിയ പല്ലുകൾ സെറ്റ് ആക്കാൻ വേണ്ടി നിരയിലാക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടി വരും? നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ഉന്തിയ പല്ലുകൾ എന്ന് പറയുമ്പോൾ പലർക്കും അത് പല രീതിയിലായിരിക്കും വരുന്നത്. ചിലർക്ക് കുറച്ച് ഉന്തിയിട്ടുണ്ടാവും, ചിലർക്ക് കുറച്ചുകൂടി ഉന്തിയിട്ടുണ്ടാവും, ചിലർക്ക് സ്പേസ് ഉണ്ടാവും പല്ലിൻ്റെ ഇടയിൽ, ചിലർക്ക് നിര തെറ്റിയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ പലരുടെയും ഒരു എത്രയും കറക്ഷൻ കിട്ടും എന്നുള്ളത് വേരി ചെയ്യും. എങ്കിലും കമ്പി ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ 3 മാസത്തിൽ കല്യാണമാണെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. 3 മാസം കൊണ്ട് എങ്ങും നമ്മൾ എത്തില്ല. അലൈനേഴ്സ് ആണ് നമുക്ക് സ്പേസ് ഒക്കെ ഉള്ളൊരു കേസാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കറക്ഷൻസ് ആ സമയം കൊണ്ട് കിട്ടാം എന്നുണ്ടെങ്കിൽ അലൈനേഴ്സിൽ നമുക്ക് ചെയ്യാം. എങ്കിലും 3 മാസം കൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവില്ല. ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് ആ സമയം കൊണ്ട് ഉണ്ടായി കിട്ടും. അതേപോലെ സ്പേസ് വിടവുകളുള്ള പല്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് വെനീർസ് അല്ലെങ്കിൽ ക്രൗൺസ്. അത് റിലേറ്റീവ്ലി ഫാസ്റ്റർ ആണ്. എന്താണ് അപ്പോൾ വെനീസ്? വെനീസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ടീത്തിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലെയർ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ഗ്യാപ്പും കൂടെ ഫില്ലായിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഗ്യാപ്പൊക്കെ ഉള്ള കേസസ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു ഗ്യാപ്പ് ഉള്ള ഫീല് വരില്ല. ടീത്തിൻ്റെക്കാളും കുറച്ചുകൂടെ നമുക്ക് കളർസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, സൈസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെയിറ്റർ ആൻഡ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ടീത്തിൻ്റെ ഒരു ഫീൽ വരും. ഈ വെനീസ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ സംഭവമാണല്ലോ. അപ്പം ഇത് വെക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല, ഇത് എത്ര കാലം ഈ വെനീഴ്സ് നമ്മളെ പല്ലിൽ വൃത്തിക്ക് നിൽക്കും, എത്ര ഒരു ഇതിൻ്റെ ലൈഫ് സ്പാൻ എത്ര ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് ആളുകൾക്ക് ഓഫ് കോഴ്സ് ഉണ്ടാവില്ലേ? വെനീസ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലെയർ ആണ്. പക്ഷെ നമ്മൾ ക്രൗഡൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെനീർസ് നമ്മുടെ പല്ലിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമാണ് കവർ ചെയ്യുന്നത്. ക്രൗൺ എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ് കവർ ചെയ്യില്ല. വെനീസ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ബാക്കിൽ നിന്ന് നമ്മുടെ നാച്ചുറൽ ടീത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എത്ര നാൾ നിൽക്കും എന്ന് പറയുന്നത് നമ്മുടെ ടീത്ത് ഫെയർലി സ്ട്രോങ് ആണ്, നമുക്ക് കേടുകളൊന്നും ഇല്ല ആ ടീത്തിൽ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേ ചെയ്തോളും വെനീർസ്. വെനീർസും ക്രൗൺസും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് ബ്രേക്കേജ് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ക്രൗൺസ് ചിലപ്പോൾ ഊരിപ്പോയേക്കാം, വെനീർസിൽ ബ്രേക്കേജ് വന്നേക്കാം. ഇതൊക്കെ ഡെന്റൽ പ്രൊസീജിയേഴ്സിൽ ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ സംതിങ് യു ആർ ആഡിങ് ഓൺ യുവർ ടീത്ത്. അപ്പോൾ അതിനും കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇൻ കേസ് അത് ബ്രേക്ക് ആവുമോ എന്തെങ്കിലും ചെയ്താലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇൻവിസിബിൾ അലൈനേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ആളുകൾ ഈ അലൈനേഴ്സ് ഇടുന്നത് പോലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാനാണ്. പെട്ടെന്ന് അത്രയും സൂമായി നോക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അലൈനേഴ്സ് ഇട്ടോ. അല്ലെ പറയുമ്പോഴാണ്. ഇപ്പം എൻ്റെ
2-3 ഫ്രണ്ട്സൊക്കെ അലൈനേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ കൂടെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് ഇവർ നേരെ വാഷ്റൂമിൽ പോയിട്ട് ഇത് അഴിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് ഇവർ ശരിക്കും അലൈനേഴ്സ് ഇട്ടിട്ടുണ്ടെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ചില അലൈനേഴ്സ് അല്ലെങ്കിൽ അലൈനേഴ്സ് ഇടുമ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ഡോട്ട് കാണുന്നത്? അപ്പോൾ അതിന് ഇൻവിസിബിൾ അലൈനേഴ്സ് നമുക്ക് പറയാൻ പറ്റും ഈ വൈറ്റ് ഡോട്ട് കാണുന്നുണ്ടെങ്കിൽ? ഈ വൈറ്റ് ഡോട്ട് എന്ന് പറയുന്നത് അറ്റാച്ച്മെൻറ്റ്സ് ആണ്. അത് നമ്മൾ ടീത്തിൽ എന്തിനാണ് വെക്കുന്നതെന്ന് ഉദ്ദേശിച്ചാൽ ആ ടീത്തിൽ ചിലപ്പോൾ ഒരു കോംപ്ലെക്സ് മെക്കാനിക്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ ടീത്തിന് ഒരു റൊട്ടേഷൻ ഉണ്ടാവും കറക്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ ടീത്തിനെ പർട്ടിക്കുലർലി നമുക്കൊരു ഒരു സൈഡിലേക്ക് നീക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പല്ല് മാത്രമല്ല റൂട്ടും ക്രൗണും ഒക്കെ ഉള്ളതാണ് നമ്മുടെ പല്ല്. അപ്പോൾ അതിനൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു ഡോക്ടറാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓരോ മൂവ്മെൻറ്റിനും ഓരോ ടൈപ്പ് അറ്റാച്ച്മെൻറ്റ്സ് ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അത് ആ ടീത്തിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻവിസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡോട്ട് കണ്ടേക്കാം. പക്ഷെ ചില കേസസിൽ നമുക്കത് ആവശ്യമാണ്. പിന്നെ ചില കേസസിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ചില ആളുകളുടെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഡോക്ടർ എനിക്ക് ഫ്രണ്ടിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഒന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കേസാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ചില കേസസ് നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല, നമ്മൾ ചെയ്യാറുണ്ട്. മിക്ക ആളുകളും അലൈനേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം പല്ലെടുക്കാതെ നമുക്ക് കമ്പിയിടാം എന്നുള്ളൊരു രീതിയിലാണ് ആളുകൾ അലൈനേഴ്സ് ചൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? പല്ലെടുക്കണ്ട, ആ പേടിയുള്ളവർക്ക് ആ ഒരു പേടി അവിടെ മാറ്റി വെക്കാം. പക്ഷെ അങ്ങനെ പല്ലെടുക്കാതെ നമ്മൾ അലൈനേഴ്സ് ഇടുമ്പോൾ നമുക്ക് ശരിക്കും പല്ലിൻ്റെ ഇടയിൽ സ്പേസ് വേണ്ടേ ഈ അലൈനേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട്? ഇപ്പം എന്താ ചെയ്യുക? നമുക്ക് പല്ലിൻ്റെ ഇടയിൽ സ്പേസ് വേണ്ടത് നമുക്ക് ടീത്തിനെ ബാക്കിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നിരയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പല്ലിൻ്റെ ഇടയിൽ സ്പേസ് വേണം. യൂഷ്വലി നമ്മൾ 4 പല്ലെടുത്തിട്ടാണ് പല്ല് പൊങ്ങിയിട്ടുള്ള കേസസിലൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുള്ളത്. ഇപ്പം നമുക്ക് ഒരുപാട് കേസസിൽ ഒരു 80% കേസസിലും പല്ലെടുക്കാതെ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്പേസ് ഉണ്ടാക്കാനുള്ള വഴികൾ വ്യത്യാസമാണ്. നമുക്ക് ടീത്തിനെ എക്സ്പാൻഡ് ചെയ്യുക, പല്ലിരിക്കുന്ന ആ ഒരു ആർച്ചിനെ നമുക്ക് വികസിപ്പിച്ചിട്ട് വേണമെങ്കിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പല്ലിൽ കറക്ഷൻസ് ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പല്ലിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് ഇന്റർപ്രോക്സിമൽ റിഡക്ഷൻ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഇനാമൽ ഒന്ന് മൈൽഡായിട്ട് റിഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴും അതിലൊരു ഇമ്പോർട്ടൻസ് വരുന്നത് ഒരു റൈറ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ വേണം. കാരണം ഇതൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളാണ്, വളരെ ചെറിയ എമൗണ്ട് ഓഫ് സ്പേസേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ നമ്മൾ ഇനാമൽ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പരിധി വിട്ടിട്ട് ഇനാമലിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വരും. സോ പ്രൊസീജിയർ ഷുഡ് ബി ഡൺ റൈറ്റ്. അങ്ങനെ റൈറ്റായിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയർ ആണെങ്കിൽ ഇറ്റ്സ് എ ഫെയർലി സേഫ് പ്രൊസീജിയർ. അലൈനേഴ്സിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് അടക്കമുള്ള ഒരുപാട് ഡോക്ടേഴ്സ് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. അലൈനേഴ്സിനെ കുറിച്ച് സ്വന്തമായിട്ട് പഠിച്ച് ഇതിനെ ഇത്ര പൈസ കൊടുത്ത് ഡോക്ടറെ അടുത്ത് പോയി അലൈനേഴ്സ് ഇടുന്നത് നമുക്ക് ഈ സാധനം വെച്ചാൽ പോരെ എന്ന് വിചാരിച്ച് ഓൺലൈനിൽ അലൈനേഴ്സ് വാങ്ങുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ ഓൺലൈനിൽ അലൈനേഴ്സ് വാങ്ങുന്ന ആളുകളോട് എന്താ പറയാ? അലൈനർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല, അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ്. അലൈനേഴ്സ് ഫെയർലി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ പലരും ഇതിൽ കോസ്റ്റ് ഒന്ന് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെയും ഓർഡർ ചെയ്ത് ചെയ്യാറുണ്ട്. പല റേറ്റിലും അലൈനേഴ്സ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളൊരു റൈറ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തുനിന്ന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിലല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് നാളെ ഒരു ജോ ഇഷ്യൂസ് വരാം, വൈറ്റിൻ്റെ ഇഷ്യൂസ് വരാം. നമ്മൾ വിചാരിക്കും പല്ല് ഉന്തിയ പല്ലല്ലേ, അത് താഴ്ത്താൻ ഇപ്പം ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? കോസ്റ്റ്ലി ആയിട്ടുള്ള അലൈനേഴ്സ് ചെയ്യണോ? ചെറിയ കോസ്റ്റ് കുറവുള്ള അലൈനേഴ്സ് ചെയ്താലും താഴില്ലേ? ചിലപ്പോൾ താന്നേക്കാം. പക്ഷെ അതെങ്ങനെയാണ് താഴുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അതിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അനാവശ്യമായി അധികമായിട്ടുള്ള ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യാതെയുള്ള മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് കൊണ്ടോ പ്രോപ്പർലി പ്ലാൻഡ് അല്ലാത്ത ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൊണ്ട് ജോ ഇഷ്യൂസ്, ബൈറ്റ് ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഓൾറെഡി ഒരു അലൈനർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേരും ഉണ്ട്. സ്വന്തമായിട്ട് ചെയ്തിട്ട് വരുന്ന ആളുകളാ? സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രോപ്പർ വേയിൽ ചെയ്യാതെ എവിടെയെങ്കിലും ഒരു അലൈനേഴ്സ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ്സ് കൊളായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. സോ യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ. നമ്മളിപ്പോൾ ഒരു കണ്ണട വാങ്ങിക്കാൻ പോകുമ്പോഴും നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ പവർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പല്ലിൻ്റെ കാര്യത്തിൽ എന്തിനാ എത്ര അവഗണന? ഓൺലൈനിൽ വാങ്ങരുതല്ലേ? ഓൺലൈനിൽ നല്ലൊരു ഡോക്ടറിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അവർ നിങ്ങളുടെ പ്രോബ്ലം നോക്കിയിട്ട് നല്ലൊരു ഓർത്തോഡോണ്ടിസ്റ്റിൻ്റെ അണ്ടറിൽ ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്.
അപ്പോൾ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമ്മൾ അലൈനർ ഇടാൻ പോയി കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് 15,000 20,000 ആയിരിക്കും. പക്ഷെ ചില ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അത് 1 lakh 2 lakh ഒക്കെ ആവും. അതെന്താണ്? സെയിം അലൈനേഴ്സിന് രണ്ട് സ്ഥലത്ത് ഡിഫറെൻറ്റ് പ്രൈസ് ആണോ, അല്ലെങ്കിൽ അലൈനേഴ്സിന് ഇത്ര വേരിയേഷൻ ഉണ്ടോ പ്രൈസിൽ? ചില സ്ഥലത്ത് 20,000, ചില സ്ഥലത്ത് 2 ലക്ഷം. എന്താ അങ്ങനെ? അതിൽ ഒന്നെന്ന് പറയുമ്പോൾ സെയിം അലൈനേഴ്സിന് രണ്ടിടത്തും രണ്ട് പ്രൈസ് ആണെങ്കിൽ അത് രണ്ട് പാക്കേജ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു സെയിം അലൈനറിൽ ഒരു 10 അലൈനറിലും എനിക്ക് കറക്ഷൻ ചെയ്യാം, 20 അലൈനറിലും എനിക്ക് കറക്ഷൻ ചെയ്യാം. അപ്പോൾ 20 അലൈനറിൽ ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ കംപ്ലീറ്റ് ആർച്ചിൻ്റെ കറക്ഷൻസ് ആയിരിക്കും. അപ്പോൾ 10 അലൈനറിൽ ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ 1-2 ടീത്തിൻ്റെ കറക്ഷൻസ് ആയിരിക്കും. അവിടെ നമുക്ക് ട്രേഡ് എണ്ണം കുറവല്ലേ, അതെ അതെ. അപ്പോൾ എനിക്ക് അതിൽ കോസ്റ്റ് കുറവാണ്. പിന്നെ ഒരു വ്യത്യാസം വരുന്നത് മെറ്റീരിയലും അതിൽ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു ഇതും കൂടെയാണ്. നമുക്ക് അലൈനർ കുറേ ട്രേസ് തന്നു, ഓക്കെ ഞാൻ അലൈനർ ട്രീറ്റ്മെൻറ്റിലാണ്, എൻ്റെ പല്ലെല്ലാം ശരിയായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നതെന്നുള്ളതാണ് അതിലൊരു ഇഷ്യൂ വരുന്ന കാര്യം. 20,000 രൂപയുടെ അലൈനേഴ്സ് ചെയ്യണോ 2 ലക്ഷം രൂപയുടെ അലൈനേഴ്സ് ചെയ്യണോ എന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റൈറ്റ് എന്നുള്ളത് ഒരു അലൈനർ സർട്ടിഫൈഡ് ഓർത്തോഡോണ്ടിസ്റ്റിന് പറയാൻ പറ്റും. ആ ഡോക്ടറുടെ അണ്ടറിൽ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കോസ്റ്റിന് ഇത്ര വലിയൊരു ഡിഫറൻസ് വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് അത് ബ്രാൻഡ് ഓഫ് ദ മെറ്റീരിയൽ. അത് നമ്മൾ പ്രീമിയം ബ്രാൻഡ്സ് ആണോ യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ, നമ്മൾ എത്രത്തോളം കറക്ഷൻസ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ ടീത്തിൻ്റെ പ്രോപ്പറായിട്ടാണോ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അണ്ടറിലാണോ നമ്മൾ ചെയ്യുന്നത്, ഇതൊക്കെ വേരി ചെയ്തിരിക്കും നമുക്ക് ഈ ഒരു കോസ്റ്റ് ചെയ്യുന്നത്. 20,000 ആണോ 2 ലക്ഷം ആണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്പെഷ്യലിസ്റ്റ് അലൈനർ സർട്ടിഫൈഡ് ഓർത്തോഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ പോവുക. അവരോട് നിങ്ങൾ ചോദിക്കുക എന്താണ് എൻ്റെ കേസിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ. നമ്മൾ ഈ ഫുഡ് ചവക്കുന്നത് ഏത് സൈഡ് വെച്ച് ചവക്കണം, 2 സൈഡ് ഫുഡ് ചവക്കണം എന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് പഠിച്ചത്. കാരണം വളരെ റീസെൻ്റായി ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് സൂര്യക്ക് TMJ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ റൈറ്റ് സൈഡ് വെച്ച് മാത്രമേ ഫുഡ് ചവക്കാറുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഇതൊരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു TMJ ഇഷ്യൂ കാരണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള നെക്ക് പെയിൻ ഉണ്ട്, ഷോൾഡർ പെയിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ TMJ ഇഷ്യൂസ് ഉള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫ്രണ്ടിന് ഇത് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഡിപ്രഷൻ അടക്കമായി. കാരണം ഇതൊരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, വായി തുറക്കാൻ പറ്റുന്നില്ല. അവൾ 67 കിലോ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് ഈ TMJ ഇഷ്യൂ കാരണം 48 കിലോ ആയി. കാരണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ജ്യൂസ് മാത്രമാണ് കുടിക്കുന്നത്, വായി തുറക്കാൻ പറ്റുന്നില്ല. ഒരു ജീവിതം മടുപ്പിക്കുന്ന ഒരു രോഗം തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു രോഗം തന്നെ നമുക്ക് TMJനെ പറയാം. എന്താണ് അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ TMJ, എന്തുകൊണ്ടാണ് നമുക്ക് ഈ TMJ അസുഖം വരുന്നത്? പലർക്കും അറിയില്ല ഇപ്പോഴും TMJ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും പല്ലിൽ കമ്പിയിടുന്നു മാത്രമേ പറയുന്നുള്ളൂ. TMJ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നും അത് കറക്റ്റ് ആക്കുന്നു ആരും പറയുന്നില്ല. എന്താണ്? സോ വാട്ട് ഈസ് TMJ? TMJ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതും മിസ്യൂസ് ചെയ്യുന്നതായിട്ടുള്ളൊരു ജോയിൻ്റാണ്. ഈ ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ താഴത്തെ താടിയെല്ലിനെ മുഖവുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന ഒരു ജോയിൻ്റാണത്. ഏറ്റവും നമ്മൾ സംസാരിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും നമ്മുടെ എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു ദാറ്റ് ജോയിൻറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും അതാണ്. അത് ശരിയല്ല, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഫേസിൽ നമുക്ക് ആകെ മൂവ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ താഴത്തെ താടിയില്ല, ഓക്കെ, ഒരു ബോണിൽ. അപ്പോൾ ഈ ഒരു ജോയിൻറ്റിലാണ് എവറിത്തിങ് റിലൈസ് ഓൺ ദിസ് ജോയിൻറ്റ്. നമുക്ക് അതിലൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തെ, ഫുഡിനെ, ഇതെല്ലാം നമ്മുടെ കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്പീറ്റഡ്ലി ഈ അലൈനേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളൊരു റൈറ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തുനിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. കാരണം എന്തെങ്കിലും നമ്മുടെ പല്ലിൽ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നമ്മുടെ ബൈറ്റ് പ്രോപ്പർ അല്ലെങ്കിലോ ഒക്കെ ഈ പ്രഷർ പോകുന്നത് ഈ ജോയിൻറ്റിലേക്കാണ്. അതേപോലെയാണ് മിസ്സിങ് ആയിട്ടുള്ള പല്ലുകളുള്ളപ്പോൾ ഒരു പല്ലല്ലേ അതങ്ങ് എടുത്ത് കളഞ്ഞു, അതിലിപ്പോൾ എന്താ പ്രശ്നം? ആ പല്ലല്ലി അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ആ സൈഡ് വെച്ച് ചവയ്ക്കില്ല, നമ്മൾ അപ്പുറത്തെ സൈഡ് വെച്ചിട്ടായിരിക്കും ചവയ്ക്കുന്നത്. ആ ഒരു പ്രഷർ വേരിയേഷൻ രണ്ട് ജോയിൻറ്റിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ ഒരു ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ പല്ലുകളുടെ ഘടന പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് കാരണം ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. എന്തിന് സ്ട്രെസ് കാരണം വരെ നമുക്ക് ജോയിൻറ്റിൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്.
അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴൊക്കെ ഒരു ക്ലിക്ക് സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത്, ചെവിയുടെ ആ ഭാഗത്തായിട്ട്. ചിലപ്പോൾ അവിടെ ആയിട്ടൊരു പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഇനീഷ്യലി ഉള്ള സമയത്ത് തന്നെ നമ്മൾ ഇതൊക്കെ കമ്പയർ ചെയ്യിച്ചിട്ട് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൊന്ന് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഓക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇരുന്നിരുന്ന് നമുക്കതൊരു വേഴ്സനായിട്ട് ഒരു ആർത്രൈറ്റിസിൻ്റെ ഒക്കെ ഒരു സ്റ്റേജിലേക്ക് വരെ പോവാം. പിന്നീട് ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കായിരിക്കും നമ്മൾ വായ തുറക്കുമ്പോൾ ലോക്കായി പോവുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പെയിൻ കാരണം സംസാരിക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നത് ആ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കായിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് മാൻഡേറ്ററി ആണ്. വളരെ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ ബെഞ്ചിൽ ഒരാളിരിക്കുന്നു. അപ്പോൾ പുള്ളിയുടെ വായി കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ തുറന്നുപോയി. എന്നിട്ടൊരു അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേഷൻ ഓഫീസർ വന്നിട്ടാണ് ആ വായ അടച്ചത്. ഇത് TMJ ആണോ? യെസ്, അതൊരു ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ് ഡിസോർഡർ ആണ്. ചിലർക്ക് നമ്മുടെ ആ ഒരു ജോയിൻറ്റ് ആ സോക്കറ്റിൽ നിന്ന് മാറിപ്പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് യോൺ ചെയ്യുന്ന സമയത്ത് വായ ഇങ്ങനെ കൊട്ടുവായിടത്തില്ലേ, അതേപോലെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുപാട് വായ തുറക്കുന്ന സമയത്തോ അത് ലോക്കായിക്കും. പിന്നെ നമുക്ക് തനിയെ അത് അടയ്ക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വരും. അത് അടയ്ക്കേണ്ടതായിട്ടൊരു മാനുവർ ഉണ്ട്. ഇവിടെ കൈകൾ താടിയിൽ വെച്ച് താഴേക്ക് പ്രസ് ചെയ്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോയി അകത്തേക്ക് വെക്കണം. അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡെന്റൽ ക്ലിനിക്ക്, അങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തനിയെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോവുക. ഡെന്റിസ്റ്റ് വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു. ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രെസ്സും TMJ ആയിട്ട് വലിയൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. ചില ആളുകൾ പറയുന്നത് കേൾക്കാം, അവരുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ച സമയത്ത് ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ശേഷം അവർക്ക് ഈ വലിയ രീതിയിൽ വേദന അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നേക്കാം. സ്ട്രെസ്സ് എത്രത്തോളമാണ് അല്ലെ എങ്ങനെയാണ് ഈ TMJ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിൽ എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെയാണ് നമ്മുടെ ഈ ഒരു ജോയിൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. സ്ട്രെസ് മൂഡ്സിനെ മാത്രം എഫക്ട് ചെയ്യുന്നുള്ളൂ. അതെ, നമ്മൾ വിചാരിക്കും നമ്മൾ അൺനെസസറി ആയിട്ട് ചിലപ്പോൾ കുറേ സ്ട്രെസ് എടുത്ത് നമ്മുടെ തലയിൽ വെക്കാറുണ്ട്. അത് നമ്മുടെ ബോഡീനെ പതുക്കെ പതുക്കെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജോയിൻറ്റിന് മാത്രമല്ല, എല്ലാത്തിനും. നമുക്ക് ചിലപ്പോൾ മൗത്ത് അൾസേഴ്സ് വരുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? എനിക്ക് എക്സാം ടൈം ആകുമ്പോൾ വായിലൊക്കെ മൗത്ത് അൾസേഴ്സ് വരുമായിരുന്നു, എക്സാം സ്ട്രെസ് വന്നിട്ട്. നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. അത് നമ്മൾ എത്രത്തോളം ഇന്റേണലൈസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ബോഡി അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും ഇപ്പോൾ ഒരാൾ മരണത്തിൽ കൂടെ ഒരു ഗ്രീവിങ് കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വി കാൻ ഡു മച്ച് അബൌട്ട് ഇറ്റ്. ആ ഒരു സ്ട്രെസ് നമുക്ക് എടുക്കാനും പറ്റില്ല, എടുക്കാതിരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥയിലാണ്. അല്ലാതെയുള്ള സ്ട്രെസ്സുകൾ കഴിവതും നമ്മൾ കുറേയൊക്കെ നമ്മുടെ മൈൻഡിനെ ക്ലിയർ ഔട്ട് ആക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കൂർക്കംവിളിയാണ് ഈ TMJന്റെ ഒരു ഏർലി സിംറ്റം ആയിട്ട് പറയുന്നത്. അതായത് മൂക്കിലൂടെ ശ്വാസം വലിക്കാതെ രാത്രി ഉറങ്ങുമ്പോൾ വായ തുറന്ന് ഉറങ്ങുന്ന ആളുകൾ. ഞാനൊരു മെയിൻ എക്സാമ്പിളാണ്. ഞാൻ ഉറങ്ങുമ്പോൾ വായ തുറന്ന് ഉറങ്ങാറ്. എനിക്കിപ്പോൾ ഡോക്ടർ സ്റ്റിക്കറൊക്കെ തന്നിട്ടുണ്ട് വായിലൊട്ടിക്കാൻ വേണ്ടി, മൂക്കിലൂടെ ശ്വാസം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂർക്കംവിളിയാണ് TMJന്റെ ഫസ്റ്റ് സൈനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇതല്ലാതെ ചില ആളുകൾക്ക് കൂർക്കംവിളി ഉണ്ടാവാറില്ല എന്നും കേട്ടിട്ടുണ്ട്. എന്താണ് അപ്പോൾ TMJന്റെ സിംറ്റംസ് ആയിട്ട്, ഒരു ഏർലി സൈൻസ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്? കൂർക്കംവലിയും TMJയും കൂടെ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ താഴത്തെ താടിയിൽ പുറകിലേക്കായതിൻ്റെ ഒരു സിംറ്റം ആയിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഈ ഒബീസിറ്റിയുടെ ഒരു കാരണം കൊണ്ടും ആയിരിക്കാം നമുക്ക് ഈ കൂർക്കംവലിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് താഴത്തെ താടിയിൽ ബാക്കിലേക്ക് ആവുമ്പോൾ ചില കേസസിൽ നമ്മുടെ നാവ് ബാക്കിലേക്ക് പോവാറുണ്ട്. അപ്പോൾ അത് കാരണവും നമുക്ക് ഈ ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറ്. നമ്മുടെ TMJയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് പറയുമ്പോൾ ഫസ്റ്റ് ഇസ് ദറ്റ് ക്ലിക്കിംഗ് സൗണ്ട്. വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും നമുക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നീട് നമ്മുടെ വായ തുറന്നിട്ട് നമ്മൾ അടയ്ക്കുമ്പോൾ ഏതെങ്കിലും പൊസിഷനിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ, അതും ഒരു സിംറ്റമാണ്. പിന്നീടുള്ളത് നമ്മുടെ താഴത്തെ താടിയിൽ, നമ്മുടെ സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കുമ്പോൾ താടിയിൽ ബാക്കിലേക്കാണോ ഇരിക്കുന്നത്, നമുക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ അത് കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ. വായ തുറന്നുറങ്ങുന്നത് മൗത്ത് ബ്രീത്തിങ് ഒരു വെരി നോർമൽ അല്ലാത്ത ഒരു ഹാബിറ്റ് ആണ്. നമുക്ക് മൂക്കിൽ കൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കേണ്ടത്. നമ്മൾ അവനോണ്ട് ചെയ്യുന്നില്ല, നമ്മളത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. നമുക്ക് ചിലപ്പോൾ അതൊരു നേസൽ ബ്ലോക്കേജ് ഉള്ളത് കൊണ്ടായിരിക്കാം, എന്നുവെച്ചാൽ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഒബ്സ്ട്രക്ഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് റിലീവ് ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മളതൊരു ഹാബിറ്റ്, ഒരു ശീലം കൊണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ ശീലം നമ്മൾ മാറ്റാനും ശ്രമിക്കണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഓറൽ സ്ക്രീൻ പോലെയുള്ള അപ്ലയൻസസ്. മൗത്ത് ബ്രീത്തിങ്ങിനെ
മൗത്ത് ബ്രീത്തിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് അപ്ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ.